ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിജിറ്റ് ഓഡിയോ ടെക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രൊജക്ടറിനെ കുറിച്ചാണ്. പ്രൊജക്ടർ കഴിഞ്ഞാൽ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും അതുപോലെ തന്നെ അത് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ടെസ്റ്റിംഗ് ഒക്കെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പ്രൊജക്ടർ സ്ക്രീനിൽ നിന്നും എത്ര ദൂരത്താണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പ്രൊജക്ടർ ഒന്ന് ഓൺ ചെയ്യുക, എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഫുൾ സ്ക്രീന് വരുന്ന വിധത്തിൽ നമ്മൾ ബാക്കിലോട്ട് വന്ന് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. എന്നിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അടിവശത്താണ് ഇതിൻ്റെ സ്ക്രൂ വരുന്നത്, നമ്മൾ ഈ പറഞ്ഞ സീലിങ്ങിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തലകടായി പിടിച്ചിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി, ആ പൊസിഷൻ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ പൊസിഷൻ ഫുൾ സ്ക്രീനിൽ വരുത്തി സെറ്റ് ചെയ്തിട്ട് തറയിലും അതുപോലെ തന്നെ സീലിങ്ങിലും ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇതൊരു ടേബിളിലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത സ്ഥലത്ത് വേണം സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ സ്റ്റാൻഡിൻ്റെ കൂടെ വന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് സ്റ്റാൻഡ് ഒരു 2+2 ഫീറ്റ്, അതായത് 2+2 ഫീറ്റ് നീളമുള്ളതാണ്. നമുക്ക് 4 ഫീറ്റ് വരെ ഇതിന് നീളം കൊണ്ടുവരാം. ഈ ഒരു കാണുന്ന സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ഇതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ വാൾ മൗണ്ടായിട്ട് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് സ്ട്രോങ് കിട്ടില്ല എന്നൊരു തോന്നിയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സീലിങ്ങിൽ തന്നെയാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എനിക്കിവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അടുത്ത് ഫാൻ ഉള്ളതുകൊണ്ട് കറക്റ്റ് സെൻറ്റർ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അല്പം സൈഡിലേക്കായിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. കുറച്ച് ലെഫ്റ്റിലേക്ക് മാറിയാണ്, സ്ക്രീനിൻ്റെ സെൻറ്റർ അല്ല, ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണ് ഞാനിപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റാൻഡിനൊപ്പം വന്നിട്ടുള്ള മറ്റ് ഫിറ്റിങ്സുകൾ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ഇതിന് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂസ് ഉണ്ട്, പിന്നെ പ്രൊജക്ടർ ഇതിലേക്ക് മൗണ്ട് ചെയ്യാനുള്ളൊരു ബ്രാക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് മേലിലേക്ക് നമ്മുടെ സീലിങ്ങിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. ഇത് നമ്മൾ പ്രൊജക്ടർ ബ്രാക്കറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക സ്ക്വയർ പൈപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഇത്രയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഈ സ്ക്രൂ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ്. ഓക്കെ, ആദ്യം നമുക്ക് ചുമരിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക സീലിങ്ങിലേക്ക് ഫിറ്റ് ചെയ്യുന്ന ഭാഗം നമുക്ക് ആദ്യം ഈ ഒരു പൈപ്പായിട്ട് സ്ക്രൂ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇതിനുള്ള സ്ക്രൂസ് എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്, നമുക്ക് അഡീഷണൽ സ്ക്രൂ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് 4 സ്ക്രൂ ഉണ്ട്. 4 സ്ക്രൂ നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ മറ്റേ അറ്റത്ത് നമ്മൾ പ്രൊജക്ടർ ബ്രാക്കറ്റിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക ജോയിൻ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഏത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, താഴോട്ടോ മേലോട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഇതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. ഓക്കെ, ഇതിൽ 4 സ്ക്രൂ ഇട്ട് നമുക്കിതിനെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ പ്രൊജക്ടർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഹോൾഡർ എന്ന് പറയാം, ഈ ഒരു പോർഷനിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് വേണം നമ്മൾ എന്ത് ചെയ്യാം, ആ ജോയിൻറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോ പ്രൊജക്ടറിനനുസരിച്ച് നമുക്കിത് ലൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മൾ സ്ക്രൂസ് എല്ലാം ലൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് രീതിയിലും വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളതിനെ 4 സ്ക്രൂ ആണ് ഇതിൽ പ്രൊജക്റ്റിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഓൾറെഡി നമ്മുടെ സ്ക്രൂ സെറ്റിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് കറക്റ്റ് സെൻറ്റർ ചെയ്ത് സെറ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാ സ്ക്രൂവും നമുക്ക് ഒരുവിധം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഫിറ്റ് ചെയ്ത ആ ഒരു ഹോൾഡറിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ജോയിൻറ്റുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ജസ്റ്റ് അതൊരു ഹുക്ക് മാതിരിയാണ്. അങ്ങനെ നമുക്കത് കണക്ട് ചെയ്തിട്ട് തന്നെ എടുക്കാം. ഫിക്സ് ചെയ്യാതെ തന്നെ അത് നിൽക്കുന്നതാണ്. നമുക്ക് സ്ക്രൂ ഇല്ലാതെ തന്നെ അത് എന്ത് ചെയ്യുക, ഹാങ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മാർക്കിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, ഇത് വെച്ച സ്ഥലം പൊസിഷൻ കറക്റ്റ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് ചെയ്ത് കറക്റ്റ് തന്നെയാണെന്ന് ഒരു റൗണ്ട് കൂടി ഞാൻ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഫൈനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രില്ല് ചെയ്യുക. ഇതിനകത്ത് 4 ഹോൾ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എങ്കിലും ഞാൻ ഓപ്പോസിറ്റ് 2 ഹോളാണ് ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ആ ഒരു ബോൾട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 2 ഹോൾ തന്നെ ധാരാളമാണ്. ഓക്കെ, ഈ സ്ക്രൂ സെറ്റിനൊപ്പം വന്നിട്ടുള്ള ആങ്കർ ബോൾട്ട്, അതായത് വാൾ ആങ്കർ ബോൾട്ട് ഈ ഹോളിലേക്ക് ഇട്ടിട്ടതിന് ശേഷം അല്പം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ആവുന്നതാണ്. ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ബോൾട്ട് അഴിച്ചെടുക്കാം. അങ്ങനെ 2 ഹോളിലും നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഈ ഒരു ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടൊന്ന് ലൂസ് ചെയ്ത് അതെടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്റ്റാൻഡ് അതിലേക്ക് വെച്ചിട്ട് നമ്മൾ പൊസിഷൻ നോക്കിയിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതിനനുസരിച്ച് ഫുള്ളി ഇത് ടൈറ്റ് ചെയ്തെടുക്കുക. 2 ബോൾട്ട് ഫുള്ളി ടൈറ്റ് ചെയ്യുക. ഇത് ടൈറ്റ് ചെയ്യുന്ന തോറും ലോക്കാവുന്നതാണ്. ലോക്കായി നമ്മൾ എന്താ പറയുക, നമുക്കതിൽ തൂങ്ങിയാൽ പോലും എന്ത് ചെയ്യാം, അത് ഇളകി വരില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആയി നിൽക്കും. ഓക്കെ, അതുകൊണ്ട് 2 ബോൾട്ട് തന്നെ നമുക്ക് ധാരാളമാണ്. ഇപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് എൻ്റെ ബ്രദറാണ്, അവൻ ഒരു ഇലക്ട്രീഷ്യനാണ്. അതുകൊണ്ട് തന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടു കൂടിയോ മറ്റേ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുണ്ട്, ഹോളിൻ്റെ ആവശ്യമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. കാരണം അതിൽ പൊടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ പ്രൊജക്റ്റിന് മേലായിട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് പിന്നീടാണെങ്കിലും.
അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് തുണിയൊക്കെ ഒന്ന് എടുത്തൊന്ന് ക്ലീൻ ചെയ്യുക. നമ്മൾ പ്രൊജക്ടർ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് വലിച്ചു നോക്കുക. ജസ്റ്റ് അതിൻ്റെ എന്താ പറയുക സ്ട്രോങ് തന്നെയാണെന്നൊന്ന് ഉറപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വേണം ഇത് ഫിക്സ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊജക്ടർ എടുത്തു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നെട്ടുകളും ബോൾട്ടൊന്നും ഇടാതെ തന്നെ നമുക്കിതിൽ ജസ്റ്റ് ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുള്ള സൗകര്യം ഈ ഒരു സ്റ്റാൻഡിലുണ്ട്. ജസ്റ്റ് ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിടിച്ച് നിൽക്കാതെ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്നോളും. പിന്നെ എന്നിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ടൊന്ന് ഞാനൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് എന്താ പറയുക ജസ്റ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ടൈറ്റ് എന്ന് പറയാം, ഹാൻഡ് ടൈറ്റ് എന്ന് പറയാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം, പ്രൊജക്ടറിലേക്ക് സപ്ലൈ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് വേണം ബാക്കി ഇനി ചെയ്യാൻ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം പ്രൊജക്ടറിലേക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സപ്ലൈ വയർ കൊടുക്കാം. സപ്ലൈ വയർ കൊടുത്തിട്ട് നമുക്കിത് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ സ്ക്രീൻ സൈസ് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ പറഞ്ഞില്ല ഫാനുള്ളതുകൊണ്ട് സൈഡിലേക്ക് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവിടെ സ്ക്രീൻ ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ ആംഗിളിലേക്ക് ഒന്ന് ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മേലെയുള്ള ഒരു സ്ക്രൂ അല്പം ലൂസായതുകൊണ്ട് തന്നെ ഇത് ഏത് ഭാഗത്തേക്കും ഇപ്പോൾ ചരിയും. അപ്പോൾ നമ്മളത് കാരണം അതിനകത്ത് ആ ഒരു ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേലോട്ടോ താഴോട്ടോ സൈഡിലൊക്കെ ഒന്ന് ചരിക്കാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ ഏകദേശം നമുക്കത് സെൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രൂസൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനോട് എല്ലാ സ്ക്രൂസും ഒന്ന് ഇളകാത്ത വിധത്തിലെ ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ തലകീടായിട്ടാണ് ഇപ്പോൾ സ്ക്രീനുള്ളത്. അപ്പോൾ ഇതിന് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടിവശത്താണ് സീലിങ്ങിലോട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ക്രൂ അടിവശത്തുള്ളതുകൊണ്ട് തലകീടായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ച് ഫ്ലിപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ റിമോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തലകീടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് താഴേക്ക് പോകണമെന്ന് വെച്ചാൽ മേലേക്ക് ക്ലിക്ക് ചെയ്യുക. ആ രീതിയിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ കണ്ടോ ഈ സൈഡിൽ ഫ്ലിപ്പ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് റൈറ്റ് സൈഡിൽ, അതായത് തലതിരിച്ചിരിക്കുമ്പോൾ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണും, ഫ്രണ്ട് സീലിംഗ് എന്ന് കാണാം. അതാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഫ്രണ്ടിൽ നിന്ന് സീലിംഗ്, റിയർ സീലിംഗ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്ന് സീലിംഗ്, അത് നമുക്ക് ആവശ്യമില്ല. ഫ്രണ്ട് സീലിംഗ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്ലിപ്പ് ആവും. അപ്പോൾ നമ്മുടെ പ്രൊജക്ഷൻ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സ്ക്രീന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ റൈറ്റ് സൈഡ് ആകുമ്പോൾ ഇത് സ്ക്രീനിൽ ഔട്ടായിട്ട് പോകുന്നുണ്ട് ഡിസ്പ്ലേ. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളിത് പ്രൊജക്ടർ ലെഫ്റ്റ് സൈഡായിട്ടാണ് നമ്മൾ മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര ആംഗിൾ ചെയ്താലും ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം സെൻറ്റർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോർണേഴ്സാണ് നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അത് നമുക്ക് ഡിജിറ്റലായി തന്നെ നമുക്ക് ഈ സെറ്റിങ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലാദ്യം പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂം സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ താഴെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡായിട്ട് കാണുന്ന സൂം സെറ്റിങ്സിൽ പോവുക. സൂം സ്വിച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാനുള്ളത് 4 പോയിന്റ് സ്കെയിലിംഗ് എന്നുള്ളൊരു സെലക്ഷൻ എടുക്കുക. അപ്പോൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്ക്രീന് ഇതിന്റെ മാർക്കിംഗ് ഉണ്ടോ, ഇവിടെ അടിയിൽ പോയിട്ടുണ്ട്. ഈ ഏരിയയിൽ നന്നായിട്ട് അടിയിൽ പോയിട്ടുണ്ട്. ആ സൈഡിൽ കുറപ്പം കയറിയാണ് നിൽക്കുന്നത്. അപ്പൊ ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് അതിന്റെ ഏത് ഭാഗം സെലക്ട് ചെയ്യാൻ നമ്മൾ മാറി മാറി പോകുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മള് ലെഫ്റ്റ് സൈഡ് ടോപ്പിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സെലക്ഷൻ ബട്ടൺ ഡൗണിൽ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഡൗൺ ആയി വരുന്നത് കാണാം. ഓക്കെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് സെലക്ട് ചെയ്യുക, സ്ക്രീനിന്റെ സൈസിനനുസരിച്ച്. ഇനി നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പൊ അടുത്ത കോർണറിലേക്ക് പോകും. ഇപ്പൊ റൈറ്റ് കോർണറിലേക്ക് വന്നിട്ടുണ്ട്, റൈറ്റ് ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ടോപ്പ് സൈഡിൽ നിന്ന് അല്പം ഡൗൺ ചെയ്ത് കൊടുക്കാം സ്ക്രീനിന്റെ അളവിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ഓക്കെ കൊടുക്കാം. അപ്പൊ റൈറ്റ് ഡൗൺ സൈഡാണ് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് താഴെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്കത് മേലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ അപ്പ് കൊടുക്കുക. അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ടുള്ള സെലക്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു കോർണർ കയറി വരുന്നുണ്ടോ. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ച് ഡൗൺ. ഓക്കെ, അപ്പൊ ഇത് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും നമുക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം കറക്റ്റ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഇത് മാച്ച് ആയിട്ടുണ്ട് സ്ക്രീനുമായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് ബട്ടൺ ഇവിടേക്കുള്ള
ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിങ്സ് ഓക്കെ ആയിട്ടുണ്ടാവും. കണ്ടോ, സ്ക്രീന് കറക്റ്റായിട്ട് നമുക്ക് കോർണർ കറക്റ്റായി. അപ്പൊ ഇങ്ങനെ കോർണർ നമുക്ക് അടിപൊളിയായിട്ട് ഇതിന്റെ സ്ക്രീനിന്റെ സൈസിനനുസരിച്ച് ഈസി ആയിട്ട് 4 പോയിന്റ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. AUN AKEY6S പ്രൊജക്ടർ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഒരു തിയേറ്റർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്ത ഒരു തിയേറ്റർ സെറ്റപ്പാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളും എല്ലാ കമൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഒരു വീഡിയോ കൂടിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രൊജക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രൊജക്ടർ സ്ക്രീൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.